പത്തനംതിട്ട കോന്നിയിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഹിറ്റാച്ചിയിലുണ്ടായിരുന്ന ഒഡീഷ സ്വദേശി മഹാദേവാണ് മരിച്ചത്. സ്ഥലത്ത് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുകയാണ്. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. രക്ഷാപ്രവർത്തനത്തിന് 1 കോടി രൂപ അനുവദിച്ചതായി ജില്ലാ കളക്ടർ പ്രേംകുമാർ. രക്ഷാപ്രവർത്തനം നമുക്ക് ഇപ്പം ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അപ്പുറത്ത് കുടുങ്ങിക്കിടന്ന 2 പേരെയും നമ്മൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉള്ള ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്തോളം അദ്ദേഹം ക്രെയിൻ ഇത് ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് വീണിരിക്കുന്നത്. അപ്പോൾ ക്യാബിനറ്റ് നമ്മളിപ്പം ഡ്രോൺ വെച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പരിശോധിച്ചപ്പോഴത്തേന് അത് വീണ്ടും സ്ലിപ്പ് അവിടെ മൊത്തത്തിൽ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടെ എങ്ങനെ അത് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. എന്തെങ്കിലും ക്രെയിനോ അങ്ങനെ ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുമെന്നും NDRF ടീമും വരുന്നുണ്ട്. അവരോട് കൂടി ആലോചിച്ചിട്ട് വേണം. ഇപ്പോഴും അവിടെ സ്ഥലം സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരിച്ചറിഞ്ഞിട്ടില്ല, കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കണം. നന്ദുഷയോട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, കളക്ടറുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വീണ്ടും പാറ ഇടിഞ്ഞുണ്ടായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് നിർത്തിവെക്കുകയാണോ ഉണ്ടായത്? ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കളക്ടർ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? NDRF അവിടെ എത്തിയിട്ടുണ്ടോ? അതീവ ദുഷ്കരമായ രക്ഷാദൗത്യമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളോട് പാറ സ്ഥലത്തിന് മുകളിൽ നിന്നും ഇടിഞ്ഞു വീഴുന്നു. പത്തനംതിട്ട കോന്നിയിലാണ് പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഈ അപകടത്തിലാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഒഡീഷ സ്വദേശി മഹാദേവാണ് മരിച്ചത്. സ്ഥലത്ത് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുകയാണ്. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ജില്ലാ കളക്ടർ പ്രേംകുമാറാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടത്. NDRFിൻ്റെ സംഘം അവിടേക്ക് എത്തുന്നുണ്ട്, കോന്നി പൈനാമണിലേക്ക് വരുന്നുണ്ട്. അവരുമായി കൂടിയാലോചിച്ച ശേഷം ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും എന്നാണ് കളക്ടർ പറഞ്ഞത്.